ഹായ്, ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ദ ലോങ്ങർ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 6 സെന്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ഷോർട്ടർ സൈഡ്. ദ ഡയഗണൽ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 30 മീറ്റർ. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ഒരു റെക്ടാംഗിൾ വരയ്ക്കണം. ഈ റെക്ടാംഗിൾ വരച്ചിട്ട് റെക്ടാംഗിളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ കിടക്കണ ആംഗിളും ഇവിടെ കിടക്കണ ആംഗിളും ഈ ഫുൾ ആംഗിളും ആംഗിൾ ഡി ആംഗിൾ ബി എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിന്റെ ഡയഗണൽ വരുമ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് വരും. ഒരു റെക്ടാംഗിളിനെ ഡയഗണല് രണ്ട് ഈക്വൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ലോങ്ങർ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ 6 സെന്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ഷോർട്ടർ സൈഡ്. ഷോർട്ടർ സൈഡിനേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ് റെക്ടാംഗിളിന്റെ ലോങ്ങർ സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡയഗണലിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ. റൈറ്റ് ഡൗൺ ദ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബൈ ടേക്കിംഗ് ദ ഷോർട്ടർ സൈഡ് ആസ് എഡ്സ്. ഷോർട്ടർ സൈഡിനെ എഡ്സ് ആയിട്ട് എടുക്കുമ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. ഷോർട്ടർ സൈഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലെങ്ത് ലാർജർ ആയിരിക്കും, ബ്രെഡ്ത്ത് ആയിരിക്കും സ്മോളർ ആയിട്ട് തന്നെ. അപ്പൊ ഏത് വേണമെങ്കിലും എടുക്കാം. ഷോർട്ടർ സൈഡ് എ ഡിനെ എഡ്സ് ആയിട്ട് എടുത്തു, ലോങ്ങർ സൈഡ് ആയ എ ബിനെ എഡ്സ് പ്ലസ് ഇഡ്സ് ആയിട്ട് എടുത്തു. കാരണം ലോങ്ങർ സൈഡ് ഷോർട്ടർ സൈഡിനേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയല്ലോ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടുമ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 30 സ്ക്വയർ, ബേസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എച്ച് പ്ലസ് ഇറ്റ്സ് ഹോൾ സ്ക്വയർ, പിന്നെ ഓൾട്ടിറ്റ്യൂഡ് എച്ച് എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. എച്ച് സ്ക്വയർ പ്ലസ് ഇറ്റ്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 30 സ്ക്വയർ. ഇനി എച്ച് പ്ലസ് ഇറ്റ്സ് ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യണം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അതിൻ്റെ അകത്ത് എക്ക് പകരം എച്ച് കൊടുക്കുക, ബിക്ക് പകരം സിക്സ് കൊടുക്കുക. അപ്പൊ എച്ച് പ്ലസ് ഇറ്റ്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എച്ച് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 6 ഇൻറ്റു എച്ച് പ്ലസ് സിക്സ് സ്ക്വയർ. സിക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 36. അപ്പൊ എച്ച് സ്ക്വയർ പ്ലസ് പിന്നെ വരുമ്പോൾ 12 എച്ച് കിട്ടും. സിക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 കിട്ടും. ഇതിൽ എത്ര എച്ച് സ്ക്വയർ ഉണ്ടെന്ന് നോക്കുക. 2 എച്ച് സ്ക്വയർ. അപ്പൊ 1 എച്ച് സ്ക്വയർ പ്ലസ് 1 എച്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 എച്ച് സ്ക്വയർ പ്ലസ് 12 എച്ച് പ്ലസ് 36 ഇസ് ഈക്വൽ ടു 30യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 900. ഇനി ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. എച്ച് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് നോക്കുക. ഇവിടുത്തെ എച്ച് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പൊ 2 എല്ലാത്തിലും ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് സ്ക്വയർ പ്ലസ് അതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ഈ 900നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ 900നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് 900 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 900 ആയിട്ട് മാറും. അപ്പൊ 900 മൈനസ് 36 ചെയ്യുക. അപ്പൊ 10 മൈനസ് 6 4, 9 മൈനസ് 3 6, പിന്നെ വരുമ്പോൾ 864. ഈ 864ന്റെ ഹാഫ് എടുത്തേച്ചാൽ മതി. അപ്പോൾ എച്ച് സ്ക്വയർ പ്ലസ് 6h മൈനസ് 432 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ പ്ലസ് 900നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഒറിജിനൽ ഇക്വേഷൻ വരുമ്പോൾ 2h സ്ക്വയർ പ്ലസ് 12h പ്ലസ് 36 മൈനസ് 900 ഈക്വൽ ടു 0 എന്ന് വരും. ഈ 36ഉം 900 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മൈനസ് 864. അതിന് എല്ലാത്തിനെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എച്ച് സ്ക്വയർ പ്ലസ് 6h മൈനസ് 432 ഈക്വൽ ടു 0. ഇങ്ങനെ ചെയ്താലും നമുക്ക് ചെയ്യാം. എളുപ്പം ഇതായിരിക്കുന്ന മാത്രം. ഇനി നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് എച്ച് സ്ക്വയർ നോക്കുക. കോഎഫിഷ്യന്റ് ഓഫ് എച്ച് സ്ക്വയർ 1, കോഎഫിഷ്യന്റ് ഓഫ് എച്ച് 6, കോഎഫിഷ്യന്റ് ഓഫ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മൈനസ് 432 ആണ്. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ബി എന്ന് പറയുന്നത് 6, നെഗറ്റീവ് 6 കൊടുക്കുക. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1. സിയുടെ വാല്യൂ നെഗറ്റീവ് 432 ഇട്ടില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. സൈനോട് കൂടി വേണം സി ഇടാനായിട്ട്. എന്നിട്ട് ഇത് സോൾവ് ചെയ്യാം. അപ്പൊ 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 മൈനസ് 4 ഇൻറ്റു മൈനസ് 432 എന്ന് പറയുമ്പോൾ 1728 ആണ് വരുന്നത്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1764 കിട്ടും. ഈ 1764 എന്ന് പറയുന്നത് 42ന്റെ സ്ക്വയർ റൂട്ടാണ്. 42 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് 42. അപ്പോൾ 42 കൊടുക്കുക. ഇവിടെ പ്ലസ് ഓർ മൈനസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷന് എപ്പോഴും 2 റൂട്ടേ ഉണ്ടാവുള്ളൂ. എച്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കമ്പൽസറി ആയിട്ട് 2 റൂട്ട് ഉണ്ടായിരിക്കും. ഇനി ഇത് സോൾവ് ചെയ്യുക. ആദ്യം പ്ലസ് സൈൻ ഇട്ട് സോൾവ് ചെയ്യുക. -6 + 42/2 എന്ന് പറയുമ്പോൾ 18 കിട്ടും.
ഇനി അടുത്തത് മൈനസ് സൈൻ കൊടുക്കുക. മൈനസ് സൈൻ കൊടുക്കുമ്പോൾ ഇത് -24 എന്നായിരിക്കും കിട്ടുന്നത്. ഈ -24 നമുക്ക് എടുക്കാൻ പറ്റില്ല. ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ -24 സെന്റിമീറ്റർ നീളം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ എഡ്സിന് പോസിറ്റീവ് ആയിട്ടുള്ള 18 എടുക്കുക. എഡ്സ് എന്ന് പറയുന്നത് ഷോർട്ടർ സൈഡിന്റെ ലെങ്ത് ആണ്. അപ്പോൾ ഷോർട്ടർ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 18 കിട്ടി. അപ്പോൾ ലോങ്ങർ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എഡ്സ് പ്ലസ് 6 ആണ് വരുന്നത്. എഡ്സ് പ്ലസ് 6 എന്ന് പറയുമ്പോൾ 18 പ്ലസ് 6. 18 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 24 സെന്റിമീറ്റർ. ഇതാണ് സെക്കൻഡ് ബിറ്റിന്റെ ആൻസർ. ഫസ്റ്റ് ബിറ്റിന്റെ എന്ന് പറയുമ്പോൾ ഇതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാന്ന് പറയണതാണ് അതിലെ ഫസ്റ്റ് ബിറ്റിന്റെ ആൻസർ. ഇതാണ് ഫസ്റ്റ് ബിറ്റിന്റെ ആൻസർ. x² പ്ലസ് 6x മൈനസ് 432 = 0. ഇനി ബാക്കിയത്തെ ഉള്ളതാണ് സെക്കൻഡ് ബിറ്റിന്റെ ആൻസർ. ഓക്കെ, താങ്ക് യു.